നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ കമൻറ്റ് സുജിത് KS എന്നാളുടെയാണ്. നമ്മുടെ കയ്യിലൊരു ട്രാൻസിസ്റ്റർ എടുത്താൽ അത് NPN ആണോ PNP ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതെ, മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇത് 5200 ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഇത് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഓരോ ലീഡ് വെച്ചിട്ട് നമുക്ക് ബ്ലാക്ക് ഒരു സ്ഥലത്ത് ഒരു ഒറ്റ ഫസ്റ്റ് ലീഡ് കൊടുത്തിട്ട് നമ്മൾ റെഡ് 2 പോയിന്റിൽ ടച്ച് ചെയ്ത് നോക്കുക. ഒരു മീറ്ററിൽ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ റെഡ് രണ്ടാമതും നമ്മൾ ബ്ലാക്ക് വെച്ച് കൊടുത്തിട്ട് റെഡ് പ്രോബ് നമ്മളപ്പുറത്ത് മറ്റ് ലീഡുകളിൽ ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ആ വാല്യൂ അനുസരിച്ചിട്ട് ആ റീഡിങ് കാണിക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. നമുക്കതൊരു ചെറിയൊരു ടിപ്പ് വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് NPN ആണോ അറിയാൻ ഇപ്പോൾ ഈ 5200 എന്നുള്ള ആ നമ്പർ ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡാറ്റാ ഷീറ്റും ഇൻറ്റേർണൽ ഡയഗ്രം എല്ലാം കൂടെ കൂടിയിട്ട് ഫുൾ ഡാറ്റ അത് നിങ്ങൾക്ക് ഇമേജസിൽ കിട്ടും. ഡൗൺലോഡ് വരെ ചെയ്യേണ്ട, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആ ഇമേജ് നോക്കിയാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. NPN ആണോ PNP ആണോ, അതിൻ്റെ മീറ്റർ ചെയ്ത് കളക്ടർ ചെയ്ത് ബേസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ അത് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ഈ രീതിയിൽ ടെക്നിക്കലി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ മീറ്റർ വെച്ച് ചെക്ക് ചെയ്യാം. അടുത്ത കമൻറ്റ് A to Z ക്രാഫ്റ്റ് ആൻഡ് ക്രിയേഷൻ എന്നൊരു ചാനലിലാണ്. ഒരു സ്റ്റേജ് മോണിറ്റർ ഏകദേശം സ്റ്റുഡിയോ മാസ്റ്റർ B400 നിർമ്മിക്കുന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമോ? സ്റ്റുഡിയോ മാസ്റ്ററൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഒരു സംഭവമായി പോകും. ഞാനൊക്കെ ആ ഒരു ടൈപ്പ് ബ്രാൻഡൊക്കെ എനിക്ക് ഇവിടെ ഡയറക്റ്റ് നമുക്ക് ഇവിടെ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മളെ സ്വന്തം കഴിവെന്ന് ചെയ്യാൻ പറ്റിയാൽ. കാരണം അത്രയും നല്ല സൂപ്പർ സാധനങ്ങളിലൊന്നാണ് സ്റ്റുഡിയോ മാസ്റ്റർ. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ സൗണ്ട്സിലൊക്കെ, അപ്പോൾ അവിടെ പോയിട്ട് ഇത് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം ഇതിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് എഫക്റ്റൊക്കെ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റാത്തതല്ല, നമുക്കത് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല, അവൈലബിലിറ്റി. ഇപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ കാണിച്ചത് അത് ഒറിജിനൽ കിട്ടാൻ തന്നെ ഒരുപാട് നടന്നിട്ടാണ് കിട്ടിയത്. മറ്റൊരു റെയിലാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ഫുൾ കോപ്പി കംപ്ലീറ്റ്. അതിനകത്ത് 10 ട്രാൻസ്ഫർ വെച്ച സാധനം ഞാൻ ഷോർട്ട് വീഡിയോ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കാണിച്ച് ഫുൾ കോപ്പിയാണ്. അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കണം, നമുക്ക് കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കണം, നമുക്ക് അതിൻ്റെ ഡ്രൈവറും കാര്യങ്ങളും എല്ലാം ആ ഒരു മേക്കിങ്ങും അതിൻ്റെ ആ ഒരു ഷേപ്പും ആ ഒരു നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് ബ്രാൻഡ് കമ്പനി അത് സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇങ്ങനത്തെ മോഡൽ അതിൻ്റെ ഉള്ളിൽ ലാമ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ക്യാരക്ടർ എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അത് നമുക്ക് ഓരോ മോഡലായിട്ട് ചെയ്തു തരാം. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ആ കമ്മ്യൂണിറ്റി പോസ്റ്റ്. അടുത്ത നമ്മുടെ സുഹൈൽ എന്നാളുടെയാണ്. 4440 IC ബോർഡ് യൂസ് ചെയ്യുമ്പോൾ 12 വോൾട്ട് ട്രാൻസ്ഫോമർ ആണോ വാങ്ങിക്കാറ്? അപ്പോൾ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ വോൾട്ടേജ് കൂടുതൽ വരുന്നുണ്ട്, അതുകൊണ്ട് ബോർഡ് ലൈഫ് കുറയുമോ? അപ്പോൾ 12 വോൾട്ട് ട്രാൻസ്ഫോമർ വെച്ചിട്ട് സാധാരണ റെക്ടിഫൈ ചെയ്ത് നമ്മൾ LA4440 ഒറിജിനലാണെങ്കിൽ അത് കണക്ട് ചെയ്യും, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. 12 വോൾട്ടിൻ്റെ റെക്ടിഫൈ ചെയ്യുമ്പോൾ 16 വോൾട്ട് കിട്ടും. അപ്പോൾ അത് കൊടുക്കുമ്പോൾ IC കംപ്ലൈൻറ്റ് ആവുന്നത് നമ്മളിവിടെ നാട്ടിൽ ഒരുപാട് LA4440 എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുന്ന 4440 IC കംപ്ലൈൻറ്റ് ആവുന്നത് അതിൻ്റെ കോപ്പി ചെയ്തുകൊണ്ടാണ്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് കൊടുക്കുന്ന സ്പീക്കറും ഓംസും വാട്ട്സും വ്യത്യാസം ഉണ്ടാവാം. IC പോകാൻ ഒരു സംശയമില്ല, IC പോകും. അപ്പോൾ ബാറ്ററിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒറിജിനൽ LA4440 ഒന്നും ഒരു കംപ്ലൈൻറ്റ് ആവുന്നേ ഇല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാറില്ല. സ്പീക്കർ വയർ ഷോർട്ടായിട്ടോ സ്പീക്കർ കംപ്ലൈൻ്റ് ആയിട്ടോ അല്ലാതെ വർക്കിങ്ങിൽ അത് കംപ്ലൈൻ്റ് ആയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് കൃത്യമായ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ 12 വോൾട്ട് ട്രാൻസ്ഫോമർ റെക്ടിഫൈ ചെയ്ത് വരുമ്പോഴുള്ള ആ പ്രശ്നം LA4440 ഒറിജിനൽ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യും, കോപ്പി ആണെങ്കിൽ ഹീറ്റ് വന്നിട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ഹീറ്റ് സിങ്ക് കൊടുത്തില്ലെങ്കിൽ ഈ സാധനം ബാങ്ക് കംപ്ലൈൻ്റ് ആവും. ഓവർ ഹീറ്റ് വന്നാൽ ഈ സാധനം ഏത് ICയും കംപ്ലൈൻ്റ് ആവും. പക്ഷേ നല്ല ഹീറ്റ് സിങ്ക് കൊടുക്കണം, കൂളിംഗ് വളരെ മസ്റ്റാണ്. ഹീറ്റ് ആവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൂളാനുള്ള അവസരം അവിടെ ഉണ്ടാക്കും. പിന്നെ വോൾട്ടേജ് ഒരു 11 വോൾട്ടൊക്കെ ആണല്ലോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റെക്ടിഫൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കൊരു 14 വോൾട്ട് എന്തായാലും ഉണ്ടാവും. ആ വോൾട്ടിൽ അത് സേഫായിട്ട് വളരെ കാലം വർക്ക് ചെയ്യും, നല്ല കൃത്യമായ ഔട്ട്പുട്ട് കിട്ടും. ആ രീതിയിൽ ട്രാൻസ്ഫോമർ കിട്ടുമോ നോക്കുക, വേറെ ചെയ്യാനില്ല. അടുത്ത കമൻറ്റ് കൃഷ്ണകുമാർ തങ്കച്ചൻ എന്ന ചാനലിലാണ്. അപ്പോൾ AC വോൾട്ട് ഇൻറ്റു 1.4 ചെയ്ത് DC വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത് ശരിയാണോ? വളരെ ശരിയാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഈ ട്രാൻസ്ഫോമറിന് എക്സസ് വോൾട്ടേജ് വരുന്നത് റിപ്പിൾ വോൾട്ടേജിന് വരുന്നതിനെ പറ്റി ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ആ എക്സസ് വോൾട്ടേജ് അതായത് 27 വോൾട്ട് റെക്ടിഫൈ ചെയ്തെടുക്കുമ്പോൾ 35 വോൾട്ടോളം വരുന്നു എന്നുള്ള ഇതാണ് ആ വീഡിയോയിലെ കോൺസെപ്റ്റ്. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ട്രാൻസ്ഫോമർ ഇപ്പോൾ കൃത്യമായിട്ട് നമ്മൾ AC ഔട്ട്പുട്ട് മെഷർ ചെയ്തിട്ട് 27 വോൾട്ട് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഈ 1.4 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ ആ സ്ക്വയർ റൂട്ട് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷനിലൂടെ കണ്ടുപിടിക്കുന്ന ആ ഒരു രീതി റിപ്പിൾ വോൾട്ടേജ് എത്ര വരും, അപ്പോൾ അത് നമ്മൾക്ക് ആംപ്ലിഫയറിന് വേണ്ട സ്പെസിഫൈഡ് വോൾട്ടിന് അക്രോസ് ആയിട്ട് നിൽക്കുന്നുണ്ടോ, നമുക്കത് കറക്റ്റായിട്ട് മാച്ച് ഓവർ ആവുന്നുണ്ടോ, കുറഞ്ഞു പോകുന്നുണ്ടോ, അതെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ മുൻകൂട്ടി വാങ്ങുമ്പോൾ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. പിന്നെ വാങ്ങിയിട്ട് അത് ചെക്ക് ചെയ്തിട്ട് ഓവറാണെന്ന് പറഞ്ഞിട്ട് പ്രശ്നം വരണ്ട. അപ്പോൾ അത് നമുക്ക് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അടുത്ത നമ്മുടെ നിഖിൽ US എന്ന ആളുടെയാണ്. ചേട്ടാ 27027 10 ആംപിയർ ശക്തി 4 ട്രാൻസിസ്റ്റർ സ്റ്റീരിയോ
ആൻഡ് കുമാർ 4 ട്രാൻസിസ്റ്റർ സബ് കൊടുത്താൽ ഗുഡ് ഔട്ട്പുട്ട് കിട്ടുമോ, അതോ ആംബിയർ കൂടുതൽ വേണോ 2 ബോർഡ് റൺ ചെയ്യിക്കാൻ? തീർച്ചയായിട്ടും വേണം. അതായത് 27027 കുമാറും ശക്തിയൊക്കെ വർക്ക് ചെയ്യും. കുമാറിന് വേണ്ടത് ചിലപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 4 ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഒരു 32 ഇതിന് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയ വീഡിയോയിൽ കൃത്യമായിട്ട് കുമാറിൻ്റെ ബോർഡ് കാണിച്ചിട്ടുണ്ട്. ആ ബോർഡ് ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ കാണിക്കാം. ഈ ബോർഡിൽ വേണ്ടത് ശരിക്കും അവർ റെക്കമെൻഡ് ചെയ്യുന്നത് 42 വോൾട്ടാണ്, അതായത് DC 42 വോൾട്ട്. അപ്പോൾ നമുക്ക് 27 മതിയാവില്ല, ഒരു 38-36 ആ റേഞ്ചിലുള്ള ഒരു സപ്ലൈ ട്രാൻസ്ഫോമറാണ് വേണ്ടി വരിക. 27 കൊടുത്താലും വർക്ക് ചെയ്യും, വാട്ട്സ് ഏസെ കുറയും. അപ്പോൾ അത് ആംബിയർ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ഒറിജിനൽ 5200 ട്രാൻസിസ്റ്റർ ആണെങ്കിൽ 1943 അവർക്ക് വേണ്ടത് മാക്സിമം ആംബിയർ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സ്പെസിഫൈഡ് കിട്ടുന്നത് 1.3 ആംബിയറാണ്. അപ്പോൾ 1.3 ആംബിയറിന് നമ്മളെപ്പോഴും അത് കൃത്യമായി കൊടുക്കരുതെന്നാണ് പറയുക. ഒരു 1.1 to 2 ആ റേഞ്ചിൽ കിട്ടുന്ന ആംബിയർ കിട്ടുന്ന രൂപത്തിലാണ് നമ്മൾ ആംബിയർ ട്രാൻസ്ഫോമറിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നത് ബോർഡിലേക്ക്. അപ്പോൾ അത് ഓവർ അഥവാ ലൈൻ വോൾട്ടേജ് ബൂസ്റ്റായിട്ട് ഇവിടെ ഓവർ പവർ വന്നിട്ട് ഇത് ബേണായി പോകേണ്ട അവസ്ഥ ഒഴിവായി കിട്ടും. അപ്പോൾ അതിനകത്ത് 4 5200 1943ൻ്റെ 2 പെയറായിരിക്കാം, അതായത് 4 ട്രാൻസിസ്റ്റർ വരുന്നത്. അതാണല്ലോ മോണോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ട്രാൻസിസ്റ്ററിന് 1.3 കൂട്ടുകയാണെങ്കിൽ 4 എത്ര വരും, അതായത് 4.8 ആംബിയർ വേണം ശരിക്കും 1.2 വെച്ച് കൂട്ടിയാൽ. അപ്പോൾ ആ ആംബിയർ കൃത്യമായിട്ട് ഒരു ബോർഡിലും സെയിം ആംബിയർ തന്നെ അപ്പുറത്തെ ബോർഡിന് കിട്ടുന്ന രൂപത്തിൽ നമ്മൾ ട്രാൻസ്ഫോമർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഒരു 8 ആംബിയർ കൺഫേം ആയിട്ട് ചെയ്യണം, എന്നാൽ സൂപ്പറായിട്ട് ഈ പറഞ്ഞ ബോർഡ് റൺ ചെയ്യും, നല്ല ഔട്ട്പുട്ടും കിട്ടും. അടുത്ത അവൻ്റെ ശ്യാം സജി മോൻ എന്ന ആളുടെയാണ്. SMBS ആണോ ട്രാൻസ്ഫോമർ ആണോ ക്ലാസ് D ആംപ്ലിഫയറിന് കൊടുക്കാൻ നല്ലത്? ഏറ്റവും ബെസ്റ്റ് ക്ലാസ് D ആംപ്ലിഫയറിന് SMBS ആണ് നല്ലത്. കാരണം സ്റ്റേബിളായിട്ട് കറക്റ്റായിട്ട് വേരിയേഷൻ വരാതെ കൃത്യമായിട്ട് ആ വോൾട്ടേജ് നിൽക്കുന്നതുകൊണ്ട്, അങ്ങനെ നിൽക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ക്ലാസ് Dക്ക് SMBS ആണ് ഏറ്റവും ബെസ്റ്റ്. കൃത്യമായ ആംബിയറും കൃത്യമായ വോൾട്ടേജും കിട്ടുകയാണെങ്കിൽ അത് കൃത്യമായ ഔട്ട്പുട്ട് വരും. അടുത്ത അവൻ്റെ ഇലക്ട്രോമാക്സ് എന്ന ചാനലിലാണ്. ബ്രോ, ഒരു ആംബ് ചെയ്യാൻ SMBS ആണോ നല്ലത് അതോ ട്രാൻസ്ഫോമർ ആണോ നല്ലത് എന്നതിനെ പറ്റിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമോ? കുറച്ച് മുമ്പ് ചോദിച്ചാൽ സെയിം സംഭവം. അപ്പോൾ ഇതിൽ ബ്രോ ഒരു ആംബ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആ ആംപ്ലിഫയർ ഇപ്പോൾ ഈ പറഞ്ഞ കുമാർ ഓഡിയോസിൻ്റെ ആ ബോർഡിന് സൂട്ടബിൾ ആയതും, അതേപോലെ ക്ലാസ് D ബോർഡാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ അതിന് സൂട്ടബിൾ ആയതും, നമ്മൾ മറ്റൊരു തരം ബോർഡാണ് എടുക്കുന്നത്, ഇപ്പോൾ ഏതെങ്കിലും തരം IC ബോർഡാണ് എടുക്കുന്നത് അതിന് സൂട്ടബിൾ ആയത് എല്ലാം അതാത് സൂട്ടബിളായ രീതിയിലുള്ള സപ്ലൈ കൊടുക്കുക. എല്ലാത്തിനും SMBS സൂട്ടാവും, പക്ഷേ ക്ലാസ് Dക്ക് റിസ്ക്കാണ് ട്രാൻസ്ഫോമർ. നമുക്ക് എത്രയോ വർഷങ്ങളായിട്ട് ഉണ്ടായ കാലം മുതൽ ട്രാൻസ്ഫോമർ സപ്ലൈ ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴാണ് ഈ അടുത്ത കാലത്ത് കുറച്ച് കാലമായിട്ടാണ് SMBS കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതുവരെ വർക്ക് ചെയ്തതും പൊളിച്ചടുക്കിയതൊക്കെ നമ്മൾ ട്രാൻസ്ഫോമറിലാണല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ക്ലാസ് Dക്ക് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. അപ്പോൾ അതിന് പറ്റിയൊരു വീഡിയോ നമുക്ക് ഒരു പ്രോസ് ആൻഡ് കോൺസ് വീഡിയോ ഉണ്ടാക്കാം. അടുത്ത അവൻ്റെ ഡേവിഡ് തോമസ് എന്ന ആളുടെയാണ്. ഞാൻ ആമസോണിൽ നിന്ന് സെബ്രോണിക്സിൻ്റെ 2.1 സൗണ്ട് ബാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. അതെങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും? താങ്കളുടെ വിദഗ്ധ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു. അത്ര വിദഗ്ധനായിട്ടില്ല, എന്നാലും പറയാം. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ചെക്ക് ചെയ്ത് വാങ്ങി ചെക്ക് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാനും കഴിയില്ല, അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം വാങ്ങിയ ആരെങ്കിലും റിവ്യൂസ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയാൽ പോയി ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെയാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ല, വാങ്ങിയാൽ സഹിക്കേണ്ടി വരും. അവിടെ റിട്ടേൺ പോളിസിയിൽ മണി ബാക്ക് അല്ലേ ഉള്ളൂ, അല്ലാതെ സാധനം റീപ്ലേസ്മെൻറ്റ് ഇപ്പോൾ ഇത് പോരാ, അത് കംപ്ലൈൻ്റ് ആണ്, അല്ലെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും ഇത് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെന്ന്. അതല്ലാതെ അവിടെ വേറൊരു സാധനം റീപ്ലേസ് ചെയ്ത് കിട്ടാൻ ഒരു സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത നമ്മുടെ അബ്ദുൾ സൽമാൻ എന്ന ആളുടെയാണ്. G-Tech HDMI ARC കോയാക്സിയൽ കളർ ഡിസ്പ്ലേ വരുന്ന റിമോട്ട് കിറ്റ് എവിടെ കിട്ടും? അത് വെച്ചൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അത് ഇവിടെ നമ്മുടെ സ്റ്റാർ ഇലക്ട്രോണിക്സിൽ സാധനമുണ്ട്. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സാധനം സെയിം അവിടെ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസിൻ്റെ അടിയിൽ ഇലക്ട്രോണിക്സിൻ്റെ നമ്പറുണ്ട്. ഞാൻ ഇതിന് മുമ്പ് കാണിച്ച എല്ലാ ഷോപ്പുകളും പരിചയപ്പെടുത്തിയ വീഡിയോയിൽ എൻ്റെ നമ്പറുണ്ട്. ഇതിൻ്റെ അടിയിലും കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് നോക്കാം. അപ്പോൾ അത് അവർ കൊറിയർ ചെയ്ത് തരും, നിങ്ങൾക്ക് വീട്ടിലെത്തിച്ച് തരും. അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ആയില്ല, അത് ഒരു ആമ്പ് സെറ്റായി വരുമ്പോൾ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്, റിവ്യൂ ഒക്കെ എടുത്തിട്ടില്ല അതുവരെ. അപ്പോൾ ലാസ്റ്റ് കമൻറ്റ് അനിൽ കുമാർ എന്ന ആളുടെയാണ്. ബ്രോ, താങ്കൾ 5.1 ആമ്പും അതിന് ചേരുന്ന സ്പീക്കർ സിസ്റ്റവും നിർമ്മിച്ച് നൽകുന്നുണ്ടോ? വല്ലാത്തൊരു ചോദ്യമാണ്. എല്ലാവിധ ആളുകളും എന്നെ വാട്സപ്പിലും നേരിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. താങ്കളിത് ആംപ്ലിഫയർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ അതിൻ്റെ യഥാർത്ഥ ഉത്തരം ഞാൻ പറയാം. അതായത് ചെയ്ത് കൊടുക്കുന്നില്ല. ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പ്രത്യേക ഒരു ആവശ്യമായിട്ട് ഇങ്ങനെ എന്നോട് സംസാരിക്കുക, ഇങ്ങനെ ഒരു ആമ്പ് വേണം, ഇങ്ങനെ ചെയ്തു തരുമോയെന്ന് ചോദിക്കുമോ? ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരോട്, ഇപ്പോഴും ഓക്കെ പറയുന്നുണ്ട്. അവർ അത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്
അത് നമുക്ക് ഓക്കെ ആവുന്ന നമുക്ക് ചെയ്യാൻ പറ്റിയ വർക്കാണ്, ഇൻട്രസ്റ്റിംഗ് വർക്കാണെങ്കിൽ മാത്രമേ ഞാൻ നേരിട്ട് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത വർക്കുകൾ നമ്മളിവിടത്തുള്ള ടീമിനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. എൻ്റെ തന്നെ പേഴ്സണൽ ടീമുണ്ട്, അവരാ ചെയ്യുന്നു. അതായത് അവരുടെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. എൻ്റെ എക്സ്പീരിയൻസ് ഞാനിവിടെ ജോലിയായിട്ടല്ല ചെയ്യുന്നത്, അതെൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ രീതിയിലുള്ള വർക്ക് കിട്ടുമ്പോൾ മാത്രം ഞാൻ ചെയ്യുന്നു. അതന്നെ ഒരുപാട് സമയം എടുത്താൽ ഞാൻ എൻ്റെ നേരിട്ടെടുക്കുന്ന വർക്ക് ചെയ്യുന്നത്. ഒരു മാസം 1.5 മാസമൊക്കെ ടൈം എടുത്തിട്ടാണ് ഒരു ഓർഡർ ഒരു ആമ്പ് ചെയ്യുന്നത്. ആ സമയത്തിനനുസരിച്ചിട്ട് ആ സമയത്തിന് ആ റേറ്റിനെല്ലാം ഒക്കെ ഒന്നേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അല്ലാത്ത ഒന്നും എടുക്കുന്നില്ല. എടുത്താൽ ചെയ്യാൻ ഇവിടെ ആളുമില്ല. ഉള്ള ടീമിനെ കൊണ്ട് തന്നെ ആ കോമൺ ആയിട്ട് വരുന്ന തിരക്കുള്ള വർക്കുകൾ മാത്രം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മൺഡേ കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് 10 കമൻറ്റ്സ് വായിച്ചിരുന്നു. അപ്പോൾ കൂടുതൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ഇന്നത്തെ ഫുൾ ഓഡിയോ ആമ്പ് അതിനോട് ചുറ്റിപ്പറ്റിയാണ് പറഞ്ഞത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.